ടൈഗർ കുട്ടാ, നീ എന്താ തനിച്ചിവിടെ ചുറ്റിക്കറങ്ങുന്നത്? ഞാൻ വേട്ടയാടാനായി പുറപ്പെട്ടതാ. ആഹാ മോനെ, നീ എന്താ വേട്ടയാടാൻ പുറപ്പെട്ടതാണോ? എന്നാൽ ഇവിടെ വേട്ടയാടാൻ നിനക്ക് ഒന്നും കിട്ടില്ല. അത് ഉച്ച സമയം. പിങ്കു ചിട്ടി രണ്ടുപേരും മലയ്ക്ക് മുകളിൽ ചുറ്റാനായി പോയിരുന്നു. രണ്ടുപേരും അവിടെ എത്ര സന്തോഷമായി കളിച്ചുകൊണ്ടിരുന്നു എന്നോ. തിരിച്ചു പോകുന്ന വഴി തന്നെ അവർ മറന്നു. പിങ്കു, വൈകുന്നേരമാകാൻ പോകുന്നു. എനിക്ക് തിരിച്ചു പോകുന്ന വഴി പോലും അറിയില്ല. ഇവിടെ എല്ലാ മരവും എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയുണ്ട്. പിങ്കു, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പോകും? അപ്പൊ പെട്ടെന്ന് മോട്ടു കുരങ്ങ് മരത്തിൽ നിന്ന് വീണതു. ഉറക്കം തെളിഞ്ഞു. അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മിങ്കുവും ചിന്റുവും എന്തിനാണ് എന്റെ സ്വപ്നത്തിൽ വരുന്നത്? കുഴപ്പമില്ല, അത് സ്വപ്നമല്ലേ. അപ്പൊ മോണ്ടു കണ്ടു, ടീനു പറവ വളരെ വേഗത്തിൽ പറന്നു പോയിക്കൊണ്ടിരുന്നു. അയ്യോ, എന്ത് പറ്റി ടീനു? മോണ്ടു ചേട്ടാ, പിങ്കു ചിട്ടി രണ്ടുപേരെ ചുറ്റി കാണാനായി പോയിരുന്നു. വൈകുന്നേരമായി പക്ഷെ കാണാനില്ല. നിങ്ങൾ അവരെ കണ്ടിരുന്നോ? അത് കേട്ട് മോണ്ടു കുരങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ഇപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ എന്ത് കണ്ടെന്നാൽ പിങ്കുവും ചിട്ടിയും ആ കറുത്ത മലയിലുണ്ട്. തിരിച്ചു വരാനുള്ള വഴി അവർ മറന്നുപോയി. ഇതൊക്കെ നിങ്ങൾക്ക് സ്വപ്നമായി വന്നു? എന്നാൽ ഞാൻ എന്തിനീ സ്വപ്നം കണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നം സത്യമായിരിക്കാം. ഞാൻ എന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ ടീനു ആ മലയ്ക്കടുത്തേക്ക് ചെന്നപ്പോൾ അവരവിടെയുള്ളത് കണ്ടു. അമ്മേ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ഞങ്ങൾ എവിടെയുണ്ടെന്ന്? രണ്ടുപേരും ഉടനെ എന്റെ കൂടെ വരൂ. ഇനി ഇവിടേക്ക് നിങ്ങൾ വരാൻ പാടില്ല. അതിനുശേഷം 3 പേരും അവിടെ നിന്ന് മോട്ടുകുരങ്ങന്റെ അടുത്ത് വന്നു. ഒരുപാട് നന്ദി മോട്ടുകുരങ്ങ ചേട്ടാ, നിങ്ങളുടെ സ്വപ്നം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. അങ്ങനെ പറഞ്ഞതും മോട്ടുവിനത് വിശ്വസിക്കാനായില്ല. ഇപ്പൊ ഓരോ ദിവസം മോട്ടുവിന് ഒരു സ്വപ്നം വന്നുകൊണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ വരുന്നതെല്ലാം സത്യമായിരുന്നു. ഇപ്പൊ ആ ഗ്രീൻ ലൈൻ കാട്ടിൽ മോണ്ടു വളരെ ഫേമസ് ആയി. ഇപ്പൊ അവൻ സിംഹരാജാവിനും ഇഷ്ടപ്പെട്ട പണിക്കാരനായി. മറ്റൊരു ഭാഗത്ത് ബ്ലൂ ലൈൻ കാട്ടിൽ ഗോൾഡി, അതിന്റെ ഭാര്യ പിന്നെ മകൻ ടൈഗറിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. നരി എപ്പോഴും ഗോൾഡിയുടെ കൂടെ ആയിരുന്നു. എപ്പോൾ സിംഹരാജാവും ഗോൾഡിയും ഫ്രണ്ട്സ് ആയോ അന്ന് മുതൽ ഒരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇവർ രണ്ടുപേരും എങ്ങനെയുള്ള വിരോധികളായി മാറണമെന്നാൽ തമ്മിൽ ഇവർ അടി കൂടി ചാകണം. അപ്പൊ ഗോൾഡിയുടെ മകൻ ടൈഗർ ഗോൾഡിക്കടുത്തേക്ക് വന്നു. അച്ഛാ, ഞാൻ കുറച്ചുനേരം വേട്ടയാടാൻ പുറത്തേക്ക് പോയിക്കോട്ടെ? മക്കളെ, ഇപ്പോഴേ നീ വേട്ടയാടാൻ പുറപ്പെട്ടു? അതെ അച്ഛാ. ശരി, പോയിട്ട് വാ. ടൈഗർ അവിടെ നിന്ന് പോയി. അതിനുശേഷം നരിയും പുറകെ തന്നെ പോയി. ഒരുപാട് സമയമായി ടൈഗർ തിരിച്ചു വരാത്തതുകൊണ്ട് ഗോൾഡിയുടെ ഭാര്യയും ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പാ നരി വളരെ സങ്കടപ്പെട്ട് അവിടെ വന്നു. ഗോൾഡി രാജാവേ, സിംഹരാജാവ് നിങ്ങളുടെ മകൻ ടൈഗറിനെ വേട്ടയാടി. അതെങ്ങനെ സാധ്യമാകും? സിംഹരാജാവ് അങ്ങനെയൊന്നും ചെയ്യില്ല. അത് കേട്ട് അച്ഛനമ്മ 2 പേരും ഷോക്കായി. സംശയമുണ്ടെങ്കിൽ താങ്കൾ എന്റെ കൂടെ വന്ന് നോക്കൂ. ശരി, വാ പോകാം. നരി അവർ 2 പേരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ തറയിൽ ഒരുപാട് രക്തമുണ്ടായിരുന്നു. അതുമാത്രമല്ല അതൊരു മാംസ കഷ്ണവും ഉണ്ടായിരുന്നു. ഈ ചോരയും മാംസവും നമ്മുടെ ടൈഗറിന്റേതാണ്. അങ്ങനെ പറഞ്ഞു നരി കരയാൻ തുടങ്ങി. ഇപ്പൊ ഗോൾഡിയുടെ ഭാര്യയും കരയാൻ തുടങ്ങി. ഞാൻ ആ സിംഹരാജാവിനെ വെറുതെ വിടില്ല. പോയി പറയേ, മരിക്കാൻ തയ്യാറാകാൻ പറ. ഞങ്ങൾ 2 പേരും വെറുതെ കാണ്ടാമൃഗത്തെ വിളിച്ചുകൊണ്ടുവരാം. ഇത് കേട്ട് നരി സിംഹരാജനോട് വന്ന് പറഞ്ഞു, ഗോൾഡി മഹാരാജാവും ഭാര്യയും താങ്കളെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തോൽവി സമ്മതിച്ചാൽ അവർ ഉറപ്പായും താങ്കളെ ഒന്നും ചെയ്യില്ല അത്രേ. അത് കേട്ട് സിംഹരാജന് ദേഷ്യം വന്നു. ഈ സിംഹരാജാവ് ഒന്നിനും പേടിക്കില്ല, അവർ വരട്ടെ. കുറച്ചു നേരം കൊണ്ട് എല്ലാ മൃഗങ്ങളും സിംഹരാജന്റെ അടുത്തേക്ക് വന്നു. കുറച്ചു ദൂരെ നിന്ന് ഗോൾഡിയുടെ ഭാര്യ, അതിനുശേഷം ഒരു കാണ്ടാമൃഗവും അവരുടെ ഒപ്പം തന്നെ ഓടി വന്നു.
ആ കാണ്ടാമൃഗം ചില മൃഗങ്ങളെ തള്ളിയിട്ട് ഓടി വന്നു. അതിൽ മോണ്ടു കുരങ്ങനും ഉണ്ടായിരുന്നു. മോണ്ടു കുരങ്ങൻ ഇടിച്ചതും ബോധം കെട്ടു വീണു. അപ്പോ സിംഹരാജന്റെ മേൽ 2 പുലികളും ആക്രമിക്കാൻ തുടങ്ങി. അവർ 3 പേരും വഴക്കിട്ടുകൊണ്ടിരുന്നു. ടൈഗർ കുട്ടാ, നീ എന്താ തനിച്ചിവിടെ ചുറ്റിക്കറങ്ങുന്നത്? ഞാൻ വേട്ടയാടാനായി പുറപ്പെട്ടതാ. ആഹാ മോനെ, നീ എന്താ വേട്ടയാടാൻ പുറപ്പെട്ടതാണോ? എന്നാൽ ഇവിടെ വേട്ടയാടാൻ നിനക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ എവിടെ കിട്ടുമെന്ന്. ഞാൻ നിന്നെ കുളത്തിന്റെ കരയിലേക്ക് കൊണ്ടുപോകാം. അവിടെ നിനക്ക് ഇഷ്ടമുള്ള വേട്ടയൊക്കെ കിട്ടും. അവിടെ നിന്ന് കുറച്ചു ദൂരത്തിൽ ആഴമായൊരു കുഴിയുണ്ടായിരുന്നു. ടൈഗർ അകത്തേക്ക് വീഴാനാ പോയത്. പക്ഷെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് അവിടെ നിന്നു. മൈ ഗോഡ്, ഞാൻ കണ്ടുപെട്ടത്. അല്ലെങ്കിൽ ഇതിൽ വീണിട്ടുണ്ടാകും. ഈ കുഴിയിലേക്ക് നീ ഇപ്പോൾ വീഴാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ നരി ടൈഗറെ കുഴിയിൽ തള്ളിയിട്ടു. ആ! പാവം ടൈഗർ കുഴിയിൽ വീണു. ഇനി സിംഹരാജാവിനും ഗോൾഡിക്കും യുദ്ധം തുടങ്ങും. ഈ സ്വപ്നം കണ്ടതിന് ശേഷം മോണ്ടു പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുലിയും പുലിയുടെ ഭാര്യയും സിംഹരാജനോടൊപ്പം വഴക്കിട്ടുകൊണ്ടേയിരുന്നു. അയ്യോ നിൽക്കു ഗോൾഡി, ടൈഗർ മരിച്ചില്ല, ജീവനോടെയുണ്ട്. അത് കേട്ടത് 2 പേരും നിന്നു. സിംഹരാജാവിന് മോണ്ടുവിനെ കണ്ടു. നീ എന്താണ് ഈ പറയുന്നത്? അതെ, ഞാൻ ഇപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ സ്വപ്നം ഒരിക്കലും കള്ളമായി മാറില്ല. സിയാർ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി ടൈഗറിനെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. ചത്ത ഒരു ചെറിയ മൃഗത്തെ കാണിച്ച് അത് ടൈഗറാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ച് സിംഹരാജാവ് വേട്ടയാടിയെന്ന് കള്ളം പറഞ്ഞു. അത് കേട്ടത് നരി ഒരുപാട് പേടിച്ചു. ഗോൾഡി അത് കേട്ട് നരിയെ തുറപ്പിച്ചു നോക്കി. പിന്നെ മോണ്ടുവിനോട് പറഞ്ഞു, മോണ്ടുകുരങ്ങ്, നിനക്ക് ആ കുഴി എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോ. എന്നാലേ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകൂ. ആ വരൂ പോകാം, ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല. അതിനുശേഷം എല്ലാവരും ചേർന്ന് ആ കുഴിക്കടുത്തേക്ക് ചെന്നു. മോണ്ടുവാണ് മുന്നിൽ നടന്നത്. പക്ഷേ ആ കുഴിക്കടുത്ത് വരുമ്പോഴേക്കും നരിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേ വന്നു. പക്ഷെ പാവം അതിനിപ്പോ രക്ഷപ്പെടാനും ആകില്ല. എല്ലാവരും ആ കുഴിക്കടുത്ത് ചെന്നതും അതിൽ ടൈഗർ ഉള്ളത് അവർ ശ്രദ്ധിച്ചു. അച്ഛനമ്മ 2 പേരും ആ കുഴിയിലേക്ക് ചാടി. അതിനുശേഷം അവർ ടൈഗറിനെ കെട്ടിപ്പിടിച്ചു. ശരി, വാ മോനെ, ഞങ്ങളുടെ മുകളിൽ കാല് വെച്ച് മുകളിലേക്ക് കയറാൻ നീ ശ്രമിക്ക്. ടൈഗർ ദൂരെ നിന്ന് ഓടി വന്ന് അവന്റെ അച്ഛന്റെ പുറത്ത് ചാടി. ഒരു കാൽ അദ്ദേഹത്തിന്റെ പുറത്തും മറ്റൊരു കാൽ കുഴിക്ക് പുറത്തും വെച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിച്ചു. അതിനുശേഷം ഗോൾഡിയും ഗോൾഡിയുടെ ഭാര്യയും ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. എല്ലാ മൃഗങ്ങളും ഇപ്പൊ നരിയെ വളരെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. ഗോൾഡിയും ടൈഗറിന്റെ അമ്മയും അതിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിന്റെ അവസ്ഥ ഇപ്പൊ മോശമായി. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ സിംഹരാജാവേ, ഞാൻ കുറച്ചുപോലും ആലോചിക്കാതെ നിങ്ങളെ ആക്രമിച്ചു. ഇതിൽ നിന്റെ തെറ്റ് ഒന്നുമില്ല. ഇതിനെല്ലാം കാരണം ഇവനാണ്. അതിനുശേഷം അവർ 3 പേരും ആ കാട് വിട്ട് അവരുടെ കാട്ടിലേക്ക് ചെന്നു. സിംഹരാജ മോണ്ടുവിനെ വിളിച്ച് നന്ദി പറഞ്ഞു. എന്തെന്നാൽ മോണ്ടു കാരണമാണ് ഇന്ന് ടൈഗർ രക്ഷപ്പെട്ടത്. ഇപ്പോഴും മോണ്ടുവിന് സ്വപ്നം വന്നുകൊണ്ടിരുന്നു. അതിന്റെ സ്വപ്നം കൊണ്ട് ഒരുപാട് മൃഗങ്ങളെ അത് സഹായിച്ചുകൊണ്ടും ഇരുന്നു. ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല. എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ. ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ, മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ. ചില ദിവസങ്ങൾക്ക് മുൻപ് ആ കാടിന്റെ കാലാവസ്ഥ വളരെ നന്നായിരുന്നു. എല്ലാ മൃഗങ്ങളും ഉച്ചസമയത്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ പെട്ടെന്ന് അവിടെ തറയൊക്കെ കുലുങ്ങാൻ തുടങ്ങി.
അപ്പോ എല്ലാവരും കണ്ടു മോട്ടു എന്ന ഗാണ്ടാമൃഗം വേഗത്തിൽ ഓടിവരുന്നത്. അത് വേണം വെച്ച് എല്ലാവരെയും എന്തോ ചെയ്യുന്നതിനു വേണ്ടി ചിരിച്ചുകൊണ്ടേ വേഗത്തിൽ ഓടിവന്നു. എല്ലാവരും അത് കണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി. പക്ഷെ ആട് മാത്രം അവിടെ പേടിച്ചു നിന്നുകൊണ്ടിരുന്നു. ഗാണ്ടാമൃഗം വേഗവേഗം ഓടിവന്ന് വഴിയിൽ തടഞ്ഞു നിന്ന ആ ആടിനെ വേഗത്തിൽ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് മോട്ടു ഗാണ്ടാമൃഗം ഒരു മരത്തിൽ ഇടിച്ചു. ആ മരവും തെറിച്ചുപോയി ദൂരെ വീണു. അത് കണ്ട് മോട്ടു ഗാണ്ടാമൃഗം ഒരുപാട് ചിരിക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ച് ആ ആടിനടുത്ത് വന്നു. എല്ലാവരും അതിനെ നോക്കി. അയ്യോ ആടേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അത് കേട്ടതും ആട് എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഒരുപാട് വിഷമത്തോടെ പറഞ്ഞു, പരിക്കൊന്നും പറ്റിയില്ല, എന്നാൽ നന്നായി വേദനിക്കുന്നു. മോട്ടു, നീ എന്താ നോക്കി ഓടില്ലേ? ഇവനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ? നീ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാ. ഏതെങ്കിലും ഒരു പാവത്തിനെ കിട്ടിയാൽ അവനെ ഇടിച്ചിടുന്നത്. അതുമല്ലാതെ നീ ദിവസവും ഓരോ മരങ്ങളായി പിഴുതെറിയുന്നു. ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല. എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ. ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ, മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ. നിനക്കെന്താ എനിക്ക് 2 കൊമ്പുള്ള കാര്യം അറിയില്ലേ? അതും നിന്റെ കൊമ്പിനേക്കാളും വലുതാ. എന്നാൽ എനിക്ക് ആരെങ്കിലും ഇടിച്ചു തള്ളാനോ ഈ കാട്ടിലുള്ള മരങ്ങളെല്ലാം പിഴുത് ഈ കാട് നശിപ്പിക്കാൻ തോന്നുന്നേയില്ലല്ലോ. നിനക്ക് മാത്രം എങ്ങനെ തോന്നുന്നു? അത് നിന്റെ ടെൻഷനാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആ കാണ്ടാമൃഗം അവിടുന്ന് പോയി. എല്ലാ മൃഗങ്ങളും വളരെ ദേഷ്യത്തിൽ അതിനെ തുറിച്ചു നോക്കി. ഈ തടിയൻ കാണ്ടാമൃഗം നമ്മളെ ദിവസവും ദ്രോഹിക്കുന്നു. ഏതെങ്കിലും മരം പിഴുതെറിഞ്ഞ് കാടും നശിപ്പിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്നാണൊരു വിമോചനം? മാൻ അവിടെയുള്ള എല്ലാ മൃഗങ്ങളെക്കാൾ വളരെ ബുദ്ധിശാലി. അത് ആലോചിക്കാൻ തുടങ്ങി ആ ഗാണ്ടാമൃഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന്. ഒരു ദിവസം മാൻ ആ ആട് ഒരു ആനയ്ക്കൊപ്പം കാട്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പ അവരുടെ കണ്ണ് ഒരു ഗുഹയിലേക്ക് പോയി. ഇവിടെ നോക്കൂ, ഈ ഗുഹ എത്ര വലുതാണെന്ന്. ഇതിന്റെ ഉള്ളിൽ എത്ര ഇരുട്ടാ. വരൂ, അകത്തു പോയി നോക്കാം. അങ്ങനെ പറഞ്ഞെല്ലാവരും ഗുഹയ്ക്കടുത്തേക്ക് പോയി. ഗുഹയുടെ മുന്നിൽ നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അത് വളരെ ആഴത്തിലായിരുന്നു. അതുമാത്രമല്ലാതെ അതിൽ ഇരുട്ടുമായിരുന്നു. അപ്പൊ മാൻ കണ്ടു അതിനടുത്തൊരു വലിയ പാറയും ഉണ്ടായിരുന്നു. ആ ഗുഹയുടെ മുറ്റത്തിനേക്കാൾ വലിയ പാറയായിരുന്നു അത്. ആനേ, മുൻപിൽ ഒരു വലിയ കല്ലുണ്ട്. നിനക്ക് ഇത് നീക്കാൻ പറ്റുമോ? ഇത് കുറച്ചു വലുതാണ്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പറഞ്ഞാന ആ പാറയ്ക്കടുത്തേക്ക് പോയി. മെല്ലെ മെല്ലെ അതിനെ തള്ളാൻ തുടങ്ങി. അപ്പൊ ആ പാറ ആ ഗുഹയുടെ മുന്നിലേക്ക് വന്നുടനെ മാൻ പറഞ്ഞു, മതി മതി, അവിടെ വെച്ചാൽ മതി. അതിന്റെ ശബ്ദം കേട്ടതും ആന അത് നിർത്തി. നിങ്ങൾ കണ്ടോളൂ, ആ തടിയൻ കാണ്ടാമൃഗത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ പോകുന്നു. നീ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അപ്പൊ മാൻ അതിന്റെ ഐഡിയ എല്ലാവരോടും പറഞ്ഞു. അത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. വൈകുന്നേരം എല്ലാവരും അതേ സ്ഥലത്ത് സന്തോഷത്തോടെ കളിച്ചു. അപ്പോ വീണ്ടും തറയൊക്കെ പതറാൻ തുടങ്ങി. അപ്പോ അവർക്ക് മനസ്സിലായി മോട്ടു ഗാണ്ടാമൃഗം വരുന്നുണ്ടെന്ന്. എല്ലാവരും ഒരു ഭാഗത്ത് നിന്നു. അപ്പോ ആ ഗാണ്ടാമൃഗം വേറൊരു മരം പറിച്ചിട്ടു. അത് കഴിഞ്ഞ് അത് നോക്കി ചിരിച്ചു. പക്ഷെ അവിടെയുണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം അതിനൊപ്പം ചിരിച്ചു. അത് ഷോക്കായി. ഓ, എന്തു പറ്റി? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ തടിയാ? കാട്ടിൽ പുതിയ കാണ്ടാമൃഗം വന്നിരിക്കുന്നു. അതിന് നിന്റെ കൂടെ അടിയുണ്ടാക്കണമത്രേ. ഇനി മുതൽ നിന്റെ ശല്യം ഞങ്ങൾക്ക് കാണുകയേയില്ല. ആ, എന്റെ സ്ഥലമെന്താ? അവൻ കൈയടക്കുമോ? ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. അവൻ നിന്നെക്കാളും ബലശാലിയാണ്. അതുമാത്രമല്ല, അവൻ നിന്നെ പേടിപ്പിച്ച് തന്നെ ഓടിക്കുമത്രേ. അത് കേട്ടത് മോട്ടു കാണ്ടാമൃഗത്തിന് ദേഷ്യം വന്നു. അപ്പൊ അത് പറഞ്ഞു, അതെയോ, ശരി, അവന് വേണ്ടി ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം. ഇന്ന് ഞാൻ അവനെ കൊല്ലാതെ വിടില്ല.
അത് കേട്ട എല്ലാ മൃഗങ്ങളും ഭയങ്കരമായി ചിരിച്ചു. അപ്പോ മാൻ പറഞ്ഞു, ആ ഞങ്ങൾക്കതിന്റെ ഗുഹയറിയാം. നിനക്ക് ധൈര്യമാണെങ്കിൽ പറ, നീ അവന്റെ കൂടെ അടിയുണ്ടാക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. നിങ്ങളുടെ ആ കാണ്ടാമൃഗം എവിടെയാണെന്ന് പറയൂ. അതെന്താ, എന്നെ പേടിപ്പിച്ച് ഓടിക്കുമോ? അത് കേട്ടതും എല്ലാ മൃഗങ്ങളും പരസ്പരം നോക്കി സന്തോഷപ്പെട്ടു. അവരുടെ ഐഡിയ നന്നായി നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞെല്ലാവരും ആ കാണ്ടാമൃഗത്തെ കൊണ്ട് ആ ഗുഹ നോക്കി നടന്നു. എന്താ നീ അവനെ വിളിക്കാൻ എന്താ പേടിക്കുന്നുണ്ടോ? അത് കേട്ടതും മോട്ടുവിന് ദേഷ്യം വന്നു. ആ മുറ്റത്ത് നിന്ന് അത് ബഹളം വെച്ചു. എടാ കാണ്ടാമൃഗമേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ. അതങ്ങനെ പറഞ്ഞുടനെ അതിന്റെ ശബ്ദം ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് എതിർ ശബ്ദമായി കേട്ടു. എടാ കാണ്ടാമൃഗമേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ. നീ കേട്ടോ, നിന്നേക്കാൾ എത്ര ശബ്ദത്തിലാ അവൻ വിളിക്കുന്നതെന്ന്. അകത്ത് പോകാൻ നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? ഇപ്പോൾ തന്നെ അകത്ത് കയറി അവനെ തീർത്തിട്ട് വരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരെ കണ്ട് ആരാണ് പേടിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് മോട്ടു കാണ്ടാമൃഗം ആ ഗുഹയ്ക്കുള്ളിൽ വേഗത്തിൽ പോയി. അപ്പം ആ ആനയോട് പറഞ്ഞു, ആനച്ചേട്ടാ, വേഗം പോയി ആ കല്ലെടുത്ത് ഈ ഗുഹ അടയ്ക്കൂ. മാൻ പറഞ്ഞത് കേട്ട് ആന വേഗം ചെന്ന് ആ പാറയെ മെല്ലെ മെല്ലെ തള്ളാൻ തുടങ്ങി. മോട്ടു ദേഷ്യത്തിൽ ഗുഹയ്ക്കുള്ളിൽ പാതി ദൂരം വരെ പോയിരുന്നു. പാവം, പോകുന്തോറും ഇരുട്ട് മാത്രമായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ. എവിടെയാടാ നീ? ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു. നീ എന്താടാ മുൻപിലേക്ക് വരാത്തത്? എവിടെയാടാ നീ? ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു. നീ എന്താടാ മുൻപിലേക്ക് വരാത്തത്? അപ്പോ വീണ്ടും അതിന്റെ ശബ്ദം അതിനെതിരായി കേട്ടപ്പോൾ അതിനെല്ലാം മനസ്സിലായി. എല്ലാവരും ചേർന്ന് അതിനെ പറ്റിച്ചു എന്ന്. അതിന് ഒരുപാട് ദേഷ്യം വന്നു. അത് വേഗം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും ആന ആ പാറ തള്ളി അതിന്റെ മുറ്റത്തിൽ കൊണ്ടുപോയി. മോട്ടു വളരെ വേഗത്തിൽ ആ മുറ്റത്തേക്ക് വന്നു. പക്ഷെ അത് വരുമ്പോഴേക്കും ആ ഗുഹയുടെ വായ മൊത്തമായി മൂടിയിരുന്നു. പക്ഷെ അത് ദേഷ്യത്തിൽ അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ പാറയെ ഇടിച്ചു. പക്ഷെ ആ പാറ അനങ്ങിയതേയില്ല. ഇത് മാറ്റണം, തള്ളി മാറ്റണം. നിന്നെ കൊണ്ട് പറ്റും, തള്ളു. നിങ്ങൾ എല്ലാവരും എന്നെ കബളിപ്പിച്ച് വലിയ തെറ്റ് ചെയ്തു. എടാ, നീ ആദ്യം ഈ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കേ. അങ്ങനെ പറഞ്ഞ് എല്ലാ മൃഗങ്ങളും ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് വളരെ നല്ല കാര്യമാ. ഇന്ന് നീ കാരണം ഈ തടിയൻ കാണ്ടാമൃഗത്തിൽ നിന്നും വിമോചനം കിട്ടി. അതെ അതെ, നിന്റെ ബുദ്ധി കൊണ്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു. മാൻ ചിരിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ ഈ ബുദ്ധിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ലായിരുന്നു. ശരി, വരൂ, നമുക്ക് ഇവിടെ നിന്നും പോകാം. നമ്മളിനി ഇവിടെ നിന്ന് വേറെ എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞെല്ലാവരും അവിടുന്ന് പുറപ്പെട്ടു. അകത്ത് പെട്ടുപോയ മോട്ടുവിന് മൊത്തം ഇരുട്ടായതുകൊണ്ട് ഒന്നും അതിന്റെ കണ്ണിന് കണ്ടില്ല. അത് അവിടെയും ഇവിടെയും നടക്കുമ്പോൾ ഇടിച്ചിടിച്ച് അതിന്റെ കൊമ്പിൽ പരുക്കുകളും ആയിരുന്നു. അന്നു മുതൽ ആ ഗുഹയിൽ നിന്ന് അതിന് പുറത്ത് വരാനേ കഴിഞ്ഞില്ല. എല്ലാ മൃഗങ്ങളും വളരെ നിശബ്ദമായ കാട്ടിൽ ജീവിച്ചു തുടങ്ങി.